Theorem 5, Unboundedness Theorem. Unboundedness Theorem. If either the primal or the dual problem has an unbounded objective function value, then the other problem has no feasible solution. ഇവിടെ പറയുന്നത് പ്രൈമലിൻ്റെ സൊല്യൂഷൻ അൺബൗണ്ടഡ് ആണെന്ന് വിചാരിക്കുക. പ്രൈമൽ അൺബൗണ്ടഡ് ആണ് എങ്കിൽ ഡ്യുവൽ ഹാസ് നോ ഫീസിബിൾ സൊല്യൂഷൻ. പ്രൈമലിന് അൺബൗണ്ടഡ് സൊല്യൂഷനാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഡ്യുവലിന് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ പ്രൈമലിന് നോ ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ, പ്രൈമലിന് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല, അങ്ങനെയാണെങ്കിൽ ഡ്യുവലിൻ്റെ സൊല്യൂഷൻ അൺബൗണ്ടഡ് ആയിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ഇവിടെ അൺബൗണ്ടഡ് ആണെങ്കിൽ ഇവിടെ നോട്ട് ഫീസിബിൾ ആയിരിക്കും, ഇവിടെ നോട്ട് ഫീസിബിൾ ആണെങ്കിൽ അപ്പുറത്ത് അൺബൗണ്ടഡ് ആയിരിക്കും. അതാണ് തിയറം പറയുന്നത്. അതുകൊണ്ടാണ് അൺബൗണ്ടഡ് തിയറം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലെ സൊല്യൂഷൻ അൺബൗണ്ടഡ് ആണെങ്കിൽ മറ്റൊടത്ത് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ പ്രൈമൽ അല്ലെങ്കിൽ ഡ്യുവലിന് അൺബൗണ്ടഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വാല്യൂ ആണ് ഉള്ളതെങ്കിൽ മറ്റേതിന് ഫീസിബിൾ സൊല്യൂഷൻ കാണത്തില്ല. അപ്പം നമ്മൾ എടുക്കുന്നത് പ്രൈമൽ അൺബൗണ്ട്, നമ്മൾ ഈ ഒരു ഇതാണ് കാണിക്കുന്നത്, മറ്റേത് നമുക്ക് സിമിലർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ സപ്പോസ് ചെയ്യുവാണ് പ്രൈമൽ അൺബൗണ്ടഡ് ആണ്. പ്രൈമൽ അൺബൗണ്ടഡ് ആണ് എങ്കിൽ നമ്മൾ ഡ്യുവലിന് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല എന്ന് കാണിക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ ലെറ്റ് ദ പ്രൈമൽ പ്രോബ്ലം ഹാസ്, primal LP problem has unbounded solution എടുക്കുക. അപ്പോൾ പ്രൈമലിന് അൺബൗണ്ടഡ് സൊല്യൂഷനാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ സൊല്യൂഷൻ അൺബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വാല്യൂ, നമ്മൾ പ്രൈമലിന് നമ്മൾ ഇസഡ് എക്സ് ആയിട്ടാണ് എടുക്കുന്നത്. മാക്സിമം ഓഫ് ഇസഡ് എക്സ് ഈസ് ഈക്വൽ ടു സി എക്സ് ഫോമിലല്ലേ സാധാരണ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈമൽ എന്ന് പറയുന്നത് മാക്സിമം ഓഫ് ഇസഡ് എക്സ് ഈക്വൽ ടു സി എക്സ് ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ അൺബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെന്നുള്ളതല്ലേ മീനിങ്. അപ്പം പ്രൈമലിന് അൺബൗണ്ടഡ് സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്തു. നമ്മുടെ പ്രൈമൽ പ്രോബ്ലം മാക്സിമം ഓഫ് ഇസഡ് എക്സ് ഈക്വൽ ടു സി എക്സ് ആണ്. ഇത് അൺബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ there exists a feasible solution x such that CO x star tends to infinity എന്ന് പറയാമല്ലോ. സൊല്യൂഷൻ അൺബൗണ്ടഡ് ആണ് എങ്കിൽ അത് ഇൻഫിനിറ്റി ആണെന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഇല്ല, അതിൻ്റെ ഒരു ഫൈനൈറ്റ് വാല്യൂ ഇല്ല, അത് ഇൻഫിനിറ്റി ആണെന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ പ്രൈമലിന് അൺബൗണ്ടഡ് സൊല്യൂഷനാണെന്ന് എടുത്തു. പ്രൈമൽ നമ്മൾ മാക്സിമം ഓഫ് ഇസഡ് എക്സ് ഈക്വൽ ടു സി എക്സ് എടുത്താൽ അതിൻ്റെ മീനിങ് ആ അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകും. അപ്പം നമുക്ക് പറയാം there exists a feasible solution x such that c of x tends to infinity. അപ്പോൾ സി ഓഫ് എക്സ് ഇൻഫിനിറ്റിലോട്ട് പോകുന്ന ഒരു ഫീസിബിൾ സൊല്യൂഷൻ അൺബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ആ അൺബൗണ്ടഡ്നെസ് അറ്റൈൻ ചെയ്യുന്ന ഒരു വാല്യൂ ഇതിനുണ്ട്. അപ്പോൾ ആ ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ എക്സ് എന്ന് വിളിക്കുവാണെങ്കിൽ സി ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ ഡ്യുവലിനൊരു ഫീസിബിൾ, നമുക്ക് കാണിക്കേണ്ടത് എന്താ, പ്രൈമൽ അൺബൗണ്ടഡ് ആണെങ്കിൽ ഡ്യുവലിന് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ലെന്നാണ് കാണിക്കേണ്ടത്. നമ്മൾ ഈഫ് പോസിബിൾ അസ്യൂം ചെയ്യുവാണ് ഡ്യുവൽ, ഈഫ് പോസിബിൾ നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഡ്യുവൽ ഹാസ് എ ഫീസിബിൾ സൊല്യൂഷൻ. അതും കൂടി ഒന്ന് ചേർത്താൽ നല്ലതായിരിക്കും. അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നില്ല, അതും കൂടെ ചേർക്കുവാണ്. നമ്മുടെ ആ നോട്ടിനകത്ത് അത് ചേർത്തിട്ടില്ല, അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അസ്യൂം ദാറ്റ് ഡ്യുവൽ ഹാസ് എ ഫീസിബിൾ സൊല്യൂഷൻ. ഇഫ് പോസിബിൾ നമ്മൾ ഡ്യുവലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഫോർ ഈച്ച് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ തിയറം 2 അനുസരിച്ച് നമുക്ക് വൈ സ്റ്റാർ ഡ്യുവലിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ആണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫീസിബിൾ സൊല്യൂഷൻ പ്രൈമലിന് കാണും. സച്ച് ദാറ്റ് സി ഓഫ് എക്സ് സ്റ്റാർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ നമ്മൾ തിയറം 2 പഠിച്ച. അപ്പോൾ നമ്മൾ ഡ്യുവലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ വൈ സ്റ്റാർ, if possible assume that dual has a feasible solution. Then by theorem 2, if y star is a feasible solution of dual, there exists a feasible solution
x star of primal such that C of x star is less than or equal to B transpose y star എന്ന് പറയാലോ. നമ്മുടെ തിയറം 2 അനുസരിച്ച് ഡ്യുവലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൈമലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട് വിച്ച് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ സി ഓഫ് എക്സ് സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ. നമുക്കറിയാം ഇതിൻ്റെ സൊല്യൂഷൻ അൺബൗണ്ടഡ് ആയതുകൊണ്ട് ഈ ആ ഫീസിബിൾ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഫീസിബിൾ സൊല്യൂഷൻ എടുക്കുമ്പം ആ വാല്യൂ സൊല്യൂഷൻ ഫീസിബിൾ ആണെങ്കിൽ ആ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകണമല്ലോ. അപ്പോൾ നമുക്ക് ഈ സി ഓഫ് എക്സ് സ്റ്റാർ തന്നെ ഇൻഫിനിറ്റിയാണെന്ന് നമുക്കറിയാം. അപ്പം ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതാണ്, അല്ല അതിനേക്കാളും വലുതാണ്. സി ഓഫ് എക്സ് സ്റ്റാർ ആണ് ചെറുത്. അപ്പോൾ സി ഓഫ് എക്സ് സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ നമ്മൾ ഇതിന് അൺബൗണ്ടഡ് സൊല്യൂഷൻ ആണെന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അൺബൗണ്ടഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സി ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകണം. ഇനി നമ്മൾ ഡ്യുവലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. ഡ്യുവലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ വൈ സ്റ്റാർ ഉണ്ടെങ്കിൽ തിയറം 2 അനുസരിച്ച് പ്രൈമലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ എക്സ് സ്റ്റാർ കാണും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി സി ഓഫ് എക്സ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് സി ഓഫ് എക്സ് സ്റ്റാർ ഫീസിബിൾ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ആകുമ്പം ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് പോകണം. ഇനി നമുക്കറിയാം ബി ഈസ് എ കോൺസ്റ്റൻറ്റ്, അല്ലേ? ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വെക്ടറാണ്. ബി ഈസ് എ കോൺസ്റ്റൻറ്റ് നമ്പർ ആൻഡ് വൈ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ എ ട്രാൻസ്പോസ് വൈ സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ട്രാൻസ്പോസ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യണം. അപ്പം നിങ്ങൾ ആ നോട്ടിലൊന്ന് നോക്കണേ. ഞാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടിട്ട് അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് മുകളിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇട്ടായിരുന്നു. പക്ഷേ അത് പെൻസിൽ കൊണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്തപ്പം ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. അപ്പം ഞാനത് വെട്ടി എഴുതാൻ മറന്നു പോയതാണ്. എ ട്രാൻസ്പോസ് വൈ സ്റ്റാർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ട്രാൻസ്പോസ് ആണ്. കാരണം നമ്മുടെ ഡ്യുവൽ പ്രോബ്ലം എന്ന് പറയുന്നത് മിനിമൈസ് ഇസഡ് വൈ ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സബ്ജക്റ്റ് ടു എ ട്രാൻസ്പോസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ട്രാൻസ്പോസ് എന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അതിൻ്റെ നമ്മുടെ ഡ്യുവൽ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ട്രാൻസ്പോസാണ്. നോട്ടിലത് തിരുത്തിക്കോണേ. നമ്മൾ വൈ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ വൈ സ്റ്റാർ ഫീസിബിൾ സൊല്യൂഷൻ ആകുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എ ട്രാൻസ്പോസ് വൈ സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ട്രാൻസ്പോസ് എന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പം നമുക്ക് വൈ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൈമലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ എക്സ് സ്റ്റാർ ഉണ്ട് സച്ച് ദാറ്റ് സി ഓഫ് എക്സ് സ്റ്റാർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ. അപ്പോൾ ആ ബി ട്രാൻസ്പോസ് വൈ സ്റ്റാറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കണം. പക്ഷേ നമുക്കറിയാം ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റുമാണ്, വൈ സ്റ്റാർ എന്ന് പറയുന്ന ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണ്ടേ? ഇത് കോൺസ്റ്റൻറ്റുമാണ്, ഇത് ഈ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ ഈസ് ഫൈനൈറ്റ്. അങ്ങനെ വരുമ്പം ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ ഫൈനൈറ്റ് ആണ്. അപ്പം ഇവിടെ അത് ഇൻഫിനിറ്റി ആണെന്നുള്ളതിനെ അത് കോൺട്രഡിക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ അസംഷൻ വൈ സ്റ്റാർ ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് പറയാം ഇതിനൊരു അൺബൗണ്ടഡ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിനൊരു ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഇത് വളരെ ചെറിയൊരു തിയറമാണ്, പക്ഷേ നമ്മൾ അതിൻ്റെ ആ കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളോട് തിയറത്തിൽ പറയുന്നത് എന്താണ്? നമ്മുടെ പ്രൈമൽ പ്രോബ്ലം അൺബൗണ്ടഡ് ആണ് എങ്കിൽ അതിൻ്റെ ഡ്യുവലിന് ഫീസിബിൾ സൊല്യൂഷൻ കാണത്തില്ല. അല്ലെങ്കിൽ പ്രൈമലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഡ്യുവലിൻ്റെ സൊല്യൂഷൻ അൺബൗണ്ടഡ്. പ്രൈമലിൻ്റെ സൊല്യൂഷൻ ഇല്ല എങ്കിൽ ഡ്യുവലിന് നോട്ട് ഫീസിബിൾ ആയിരിക്കും സൊല്യൂഷൻ. ഇത് പ്രൈമലിൻ്റെ നോട്ട് ഫീസിബിൾ ആണെങ്കിൽ ഡ്യുവലിന് അൺബൗണ്ടഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പ്രൈമല് അൺബൗണ്ടഡ് ആണെങ്കിൽ ഡ്യുവല് നോട്ട് ഫീസിബിൾ, ഡ്യുവല് അൺബൗണ്ടഡ് ആണെങ്കിൽ പ്രൈമലിന് നോട്ട് ഫീസിബിൾ ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് പ്രൈമൽ അൺബൗണ്ടഡ് ആണെന്നാണ് അസ്യൂം ചെയ്തേക്കുന്നത്. പ്രൈമൽ അൺബൗണ്ടഡ് ആണെന്ന് അസ്യൂം ചെയ്താൽ പ്രൈമലിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി
പ്രൈമലിൻ്റെ ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമുക്ക് പറയാം ഫീസിബിൾ സൊല്യൂഷൻ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഈഫ് പോസിബിൾ ആ ഒരു സെൻറ്റൻസ് ചേർക്കണം. ഈഫ് പോസിബിൾ അസ്യൂം ദാറ്റ് ഡ്യുവൽ ഹാസ് എ ഫീസിബിൾ സൊല്യൂഷൻ. ഡ്യുവലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്തു. ആ സൊല്യൂഷൻ നമ്മൾ വൈ സ്റ്റാർ എന്ന് വിളിക്കുവാണെങ്കിൽ നമുക്ക് തിയറം 2 അനുസരിച്ച് തിയറം 2-ൽ നമ്മൾ പറയുന്നുണ്ട് എക്സ് സ്റ്റാർ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദി നമ്മുടെ പ്രൈമലും ആണെങ്കിൽ വൈ സ്റ്റാർ മറ്റേതിൻ്റെ ഡ്യുവലും ആണ് എങ്കിൽ സി ഓഫ് എക്സ് സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം വൈ സ്റ്റാർ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദി ഡ്യുവൽ ആണെങ്കിൽ ദ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് എക്സ് സ്റ്റാർ ഓഫ് ദ പ്രൈമൽ മസ്റ്റ് സാറ്റിസ്ഫൈ സി ഓഫ് എക്സ് സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ. എക്സ് സ്റ്റാറും വൈ സ്റ്റാറും രണ്ടിൻ്റെയും ഫീസിബിൾ സൊല്യൂഷൻ ആകുമ്പോൾ ഈ കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ആയതുകൊണ്ട് ബി ട്രാൻസ്പോസ് വൈ സ്റ്റാറും ഇൻഫിനിറ്റിയിലോട്ട് പോകും. പക്ഷേ ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വെക്ടറുമാണ്. വൈ സ്റ്റാർ എ ട്രാൻസ്പോസ് നമ്മുടെ വൈ സ്റ്റാർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീസിബിൾ ഡ്യുവലിൻ്റെ ആണല്ലോ. അപ്പം ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ട്രാൻസ്പോസ് ആണ്. അപ്പം വൈ സ്റ്റാർ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യണം. ബി എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് വെക്ടറും ആയതുകൊണ്ട് ഈ ബി ട്രാൻസ്പോസ് വൈ സ്റ്റാറിന് ഫൈനൈറ്റ് ആയേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ ഇൻഫിനിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ കോൺട്രഡിക്ഷൻ കിട്ടിയതിൻ്റെ റീസൺ എന്താ? നമ്മൾ ഈഫ് പോസിബിൾ നമ്മൾ ഡ്യുവലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ അത് പോസിബിൾ അല്ല. ഡ്യുവലിന് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതേപോലെ നമുക്ക് സിമിലർ ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് നമുക്ക് പറയാം ഡ്യുവലിന് അൺബൗണ്ടഡ് ആണ്. നമ്മളിപ്പോൾ പ്രൈമലിന് അൺബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ കാണിച്ചത് പ്രൈമൽ അൺബൗണ്ടഡ് ആണെങ്കിൽ ഡ്യുവലിന് നോ ഫീസിബിൾ എന്നാണ് കാണിച്ചത്. ഇനി നമുക്ക് വേണമെങ്കിൽ തിരിച്ച് നമുക്ക് ഡ്യുവൽ അൺബൗണ്ടഡ് ആണെന്ന് എടുത്തിട്ട് പ്രൈമലിന് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല എന്ന് കാണിക്കാൻ പറ്റും. അതും ഇതേ സിമിലറായിട്ട് കാണിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മതി. ഇനി തിയറം 6 ആണ്. അത് ഡ്യുവാലിറ്റി തിയറം. തിയറം 6. If either the primer or the dual problem has a finite optimal solution, then the other one also possesses the same, and the optimal value of the objective function of the two problems are equal. അപ്പോൾ ഒരെണ്ണത്തിന് ഫൈനൈറ്റ് ആയിട്ടുള്ള ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മറ്റേതിനും ഫൈനൈറ്റ് ഫീസിബിൾ സൊല്യൂഷൻ കാണും. ആ സൊല്യൂഷനുകൾ ഈക്വൽ ആയിരിക്കുമെന്നാണ് പറയുന്നത്. മറ്റോടത്ത് നമ്മൾ പറഞ്ഞു ഒരു ഫീസിബിൾ സൊല്യൂഷനാണ് എക്സ്ട്രാ. തിയറം 2-ൽ നമ്മൾ പറഞ്ഞതുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ തിയറം 2-ൽ നമ്മൾ പറഞ്ഞത് എക്സ് സ്റ്റാറും വൈ സ്റ്റാറും രണ്ടിനെയും ഫീസിബിൾ സൊല്യൂഷൻ ആണ് എങ്കിൽ സി ഓഫ് എക്സ് ഒപ്റ്റിമൽ എന്ന് നമ്മളവിടെ പറയുന്നില്ല, ഫീസിബിൾ സൊല്യൂഷൻ എന്നേ പറയുന്നുള്ളൂ. ഫീസിബിൾ സൊല്യൂഷൻ ആകുമ്പം സി ഓഫ് എക്സ് സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ എന്നാണ് തിയറം 2-ൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്ന ഒന്നിൻ്റേത് ഒപ്റ്റിമൽ ഫംഗ്ഷൻ ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഫൈനൈറ്റ് ആണെങ്കിൽ മറ്റേതിൻ്റേതും ഫൈനൈറ്റ് ആയിരിക്കും. ഒപ്റ്റിമലിൻ്റെ കാര്യം ഇവിടെ ഫീസിബിൾ എന്ന് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഓർക്കണേ. ഇവിടെ ഈ തിയറം 2-ൽ നമ്മൾ പറയുന്നത് സി ഓഫ് എക്സ് സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ എന്ന് പറയുമ്പോൾ ആ എക്സ് സ്റ്റാറും വൈ സ്റ്റാറും ചുമ്മാ ഫീസിബിൾ സൊല്യൂഷനേ ആവുന്നുള്ളൂ. അത് ഒപ്റ്റിമൽ ആവണമെന്നില്ല, അല്ലെങ്കിൽ മാക്സിമം തരുന്നതോ മിനിമം തരുന്നതോ ആയിരിക്കില്ല, കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതേ കാണുകയുള്ളൂ. പക്ഷേ അത് ഒപ്റ്റിമൽ ആകുമ്പം അത് ഈക്വൽ ആണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം തിയറം 2-ഉം 3-യും തമ്മിൽ ഈ 6-ന് എന്നാ ഡിഫറൻസ് എന്ന് ചിന്തിക്കണം നമ്മൾ, എങ്കിലേ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. തിയറം 2-ൽ നമ്മൾ സി ഓഫ് എക്സ് സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ പറയുമ്പം നമ്മൾ പറയുന്ന എക്സ് സ്റ്റാറും വൈ സ്റ്റാറും ചുമ്മാ ഫീസിബിൾ സൊല്യൂഷനെ പറയുന്നുള്ളൂ, ഒപ്റ്റിമൽ എന്ന് പറയുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് എക്സ് സ്റ്റാർ ഫീസിബിൾ സൊല്യൂഷനും വൈ സ്റ്റാറും ഫീസിബിൾ സൊല്യൂഷനാണ്. എന്നിട്ട് സി ഓഫ് എക്സ് സ്റ്റാർ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എക്സ് സ്റ്റാറും വൈ സ്റ്റാറും ഒപ്റ്റിമലാണ്. തിരിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പം തിയറം 3-യും തിയറം 2-ഉം ആയിട്ട് 6-ന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ ഡിഫറൻസ് മനസ്സിലാകും, അല്ലെങ്കിൽ എക്സാമിന് ഏത് തിയറമാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാകാതെ പോകും. തിയറം 2-ൽ നമ്മൾ പറഞ്ഞു എക്സ് സ്റ്റാർ ഒരു ഫീസിബിൾ സൊല്യൂഷനും വൈ സ്റ്റാർ ഒരു ഫീസിബിൾ സൊല്യൂഷനും, രണ്ടും എക്സ് സ്റ്റാർ പ്രൈമലിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ, വൈ സ്റ്റാർ ഡ്യുവലിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ സി ഓഫ് എക്സ് സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സ്റ്റാർ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തിയറം 2-ൽ നമ്മൾ പറഞ്ഞു. പിന്നെ തിയറം 3-യിൽ നമ്മൾ എന്താ പറഞ്ഞത്? തിയറം 3-യിൽ നമ്മൾ പറഞ്ഞത് എക്സ് സ്റ്റാർ ഇതിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് primal and y star feasible
solution of dual which satisfies the condition C of x star equal to B transpose y star. C of x star equal to B transpose y star സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് സ്റ്റാർ ആൻഡ് വൈ സ്റ്റാർ ആർ ഒപ്റ്റിമം. അത് ഒപ്റ്റിമം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എക്സ് സ്റ്റാറും വൈ സ്റ്റാറും ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് ഫീസിബിൾ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഈക്വൽ ടു വരുവാണെങ്കിൽ ആ സൊല്യൂഷനുകൾ ഒപ്റ്റിമൽ സൊല്യൂഷനാണെന്ന് നമ്മൾ തിയറം 3യിൽ പറഞ്ഞു. ഇനി 6ൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പ്രൈമലിനും ഡ്യുവലിനോ ഒരു ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഫൈനൈറ്റ് ആണെങ്കിൽ, ഫൈനൈറ്റ് ഒപ്റ്റിമൽ, ഇവിടെ നമ്മൾ ഈക്വൽ ആണെങ്കിൽ അത് ഒപ്റ്റിമൽ ആണെന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇവിടെ നമ്മൾ പ്രൈമൽ ഫീസിബിൾ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞു. ഈക്വൽ ടു വരുമ്പോൾ അത് ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഇനി പറയുവാണ് പ്രൈമലിനൊരു ഫൈനൈറ്റ് ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്. ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, പ്രൈമലിന് ഒരു ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഡ്യുവലിനും ഒരു ഫൈനൈറ്റ് ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ കാണും. എന്നിട്ട് അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ഇസഡ് എക്സ് ഈക്വൽ ടു ഇസഡ് വൈ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇവിടെ പറയുന്നത്, മറ്റോടത്ത് നമ്മൾ പറയുന്നത് ഇത് ഈക്വൽ ആണെങ്കിൽ അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നേരെ തിരിച്ച് നമ്മൾ പറയുവാണ്, ഇതിനൊരു ഫൈനൈറ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ പ്രൈമലിനുണ്ടെങ്കിൽ ഡ്യുവലിനും ഫൈനൈറ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണും. ആ സൊല്യൂഷനുകൾ ഈക്വൽ ആയിരിക്കും. ഇസഡ് എക്സ് ആണ് പ്രൈമലിൻ്റേത്, ഇസഡ് വൈ എന്ന് പറയുന്നത് ഡ്യുവലിൻ്റേത്. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. മാക്സിമം ഓഫ് ഇസഡ് എക്സ് ഈക്വൽ ടു മിനിമം ഓഫ് ഇസഡ് വൈ ആയിരിക്കും എന്നാണ് തിയറം 6 പറയുന്നത്. അപ്പം ഡ്യുവാലിറ്റി തിയറം പറയുന്നത് പ്രൈമലിന് ഒരു ഫൈനൈറ്റ് ഒപ്റ്റിമൽ ഫീസിബിൾ, ആ ഫൈനൈറ്റ് എന്നുള്ള വാക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൈറ്റ് അല്ല അൺബൗണ്ടഡ് ആണെങ്കിൽ മറ്റേതിന് ഫീസിബിൾ സൊല്യൂഷൻ കാണത്തില്ലെന്ന് തിയറം 5 കണ്ടതാണല്ലോ. അപ്പം പ്രൈമലിന് ഒരു ഫൈനൈറ്റ് ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഡ്യുവലിനും ഒരു ഫൈനൈറ്റ് ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ കാണും. ആ സൊല്യൂഷനുകൾ ഈക്വൽ ആയിരിക്കും എന്നാണ് തിയറത്തിൽ നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുവാണ് നമ്മുടെ പ്രൈമൽ പ്രോബ്ലം എന്ന് പറയുന്നത് മാക്സിമൈസ് ഇസഡ് എക്സ് ഈസ് ഈക്വൽ ടു സി എക്സ് സബ്ജക്റ്റ് ടു എ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പം ഇതാണ് നമ്മുടെ പ്രൈമൽ. അപ്പം എൻ്റെ കറസ്പോണ്ടിങ് ഡ്യുവൽ എന്ന് പറയുന്നത് നമുക്ക് മിനിമൈസ് ഇസഡ് വൈ ആണല്ലോ. മിനിമൈസ് ഇസഡ് വൈ ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് വൈ സബ്ജക്റ്റ് ടു എ ട്രാൻസ്പോസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ട്രാൻസ്പോസ്. ഇതാണ് എൻ്റെ കറസ്പോണ്ടിങ് ഡ്യുവൽ വരുന്നത്, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഈ പ്രൈമലിന് ഒരു ഫൈനൈറ്റ് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ പ്രൈമലിന് ഒരു ഫൈനൈറ്റ് ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈമൽ സൊല്യൂഷൻ മാക്സിമം ഓഫ് ഇസഡ് എക്സ് ഈക്വൽ ടു സി എക്സ് ആണ്, സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ എ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ ഇത് മാക്സിമം എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, മാറിപ്പോയത് മാക്സിമൈസേഷൻ ആണല്ലോ. എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, മാക്സിമൈസേഷൻ ആകുമ്പോൾ എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അപ്പം നമ്മൾ സാധാരണ എം കൺസ്ട്രെയിൻസും എൻ വേരിയബിൾസും ഉണ്ടെന്നല്ലേ അസ്യൂം ചെയ്യുന്നത്. നമ്മുടെ ഇതിനകത്ത് എം കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് സിംപ്ലക്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനെ നമ്മൾ ഇക്വാളിറ്റി ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെ അകത്ത് ഓരോ സ്ലാഗ് വേരിയബിൾസ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ആദ്യത്തേൻ്റെ അകത്തൊരു സ്ലാഗ് വേരിയബിൾ ആഡ് ചെയ്തു, രണ്ടാമത്തേൻ്റെ അകത്തൊരു സ്ലാഗ് വേരിയബിൾ ആഡ് ചെയ്തു, മൂന്നാമത്തേൻ്റെ അകത്ത് സ്ലാഗ് വേരിയബിൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ആ സ്ലാഗ് വേരിയബിൾ ആഡ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സ്ലാഗ് വേരിയബിൾസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളമുകളെല്ലാം ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മെട്രിക്സ് ഫോമിൽ പറയുവാണെങ്കിൽ എ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് ഐ ഇൻറ്റു സ്ലാഗ് വേരിയബിൾസ്. ഇത് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ x1 x2 xn എന്നുള്ള ഒറിജിനൽ വേരിയബിൾസ് ആണ്. നമ്മുടെ അതിൻ്റെ അകത്ത് n വേരിയബിൾസ് എന്ന് പറയുമ്പോൾ x1 x2 xnകളാണ് നമ്മൾ ഈ എക്സ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്തത്. ഈ എസ് എന്ന് പറയുന്നത് നമ്മുടെ S1 S2 SM എന്നുള്ള നമ്മുടെ സ്ലാഗ് വേരിയബിൾസ് ആണ്. വിൽ ബി ഈക്വൽ ടു ബി വേർ എക്സും എസ്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാമല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഈക്വൽ ടു ഫോമിൽ നമ്മുടെ ഇക്വേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു കൺസ്ട്രെയിൻസ്.
ഓരോ കൺസ്ട്രെയിനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് അതിനെ ഈക്വാളിറ്റി ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ഓരോന്നിൻ്റെ അകത്തും സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യണം. സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യുമ്പം അതിൻ്റെ ഫോം എന്ന് പറയുന്നത് AX + IS = B ഫോമിലാണ് വരുന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ x1 + 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 3x1 + 4x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2, 2x1 - x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരുന്നെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഇവിടുത്തെ A എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു? 1 2 3 4 2 -1 ഉള്ളതാണ് A. x1 x2 ഇതാണ് നമ്മുടെ B വരുന്നത്. അപ്പം ഈ B അല്ല, ഇത് A, ഇത് നമ്മുടെ X. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 -2 4 ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അതിന് പകരം നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? x1 + 2x2 + s1 = 2, 3x1 + 4x2 + s2 = -2, 2x1 - x2 + s3 = 4 ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഇതിനെ നമുക്ക് ആക്ച്വലി വരുന്നത് എന്താ? 1 2 1 0 0 3 4 0 1 0 2 -1 0 0 1 into x1 x2 s1 s2 s3 = 2 -2 4 ആ വരുന്നത്. ഇതാണ് നമുക്ക് ആക്ച്വലി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് AX + IS എന്ന് എഴുതിയാലും സെയിം തന്നെയല്ലേ വരുന്നത്. അതിൽ AX എന്ന് പറയുന്നത് എന്താ? 1 2 3 4 2 -1 x1 x2 plus 1 0 0 0 1 0 0 0 1 s1 s2 s3 = B എന്ന് പറയുന്നത് 2 -2 4 ആണ്. ഇനി ഒന്ന് ചെയ്ത് നോക്കിയേ. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ ആദ്യത്തേതെന്ന് പറയുന്നത് x1 + 2x2, അടുത്തത് ഇവിടുത്തേത് 3x, ഇവിടുത്തെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് x1 + 2x2 പ്ലസ് ഇവിടുത്തെ ഫസ്റ്റ് റോ s1 മാത്രമല്ലേ വരുള്ളൂ, = ഇവിടുത്തെ ഫസ്റ്റ് റോ. ഇനി ഇവിടെ വരുമ്പം 3x1 + 4x2 + x2, അടുത്തത് 2x1 - x2 + s3. അപ്പോൾ നമുക്ക് ഈ സെയിം ആ കിട്ടുന്നത്. അപ്പോൾ നമുക്കതിനെ AX + IS = B ഫോമിൽ പറയാൻ പറ്റും. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മുടെ മാക്സിമം ഓഫ് ZX = CX സബ്ജക്റ്റ് ടു AX ലെസ് ദാൻ ഓർ ഈക്വൽ ടു Bക്ക് പകരം നമുക്ക് AX + IS = B എന്ന് പറയാൻ പറ്റും. വേർ x > 0, എസും > 0 ആണ്. I എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ M ആണ്. കാരണം M കൺസ്ട്രെയിൻസ് ആണ് ഉള്ളതെങ്കിൽ നമുക്കവിടെ M കൺസ്ട്രെയിൻസ് ആണ് ഉള്ളതെങ്കിൽ M സ്ലാക്ക് വേരിയബിൾസ് വേണം. അപ്പോൾ ഇവിടെ 3 സ്ലാക്ക് വേരിയബിൾസ് വന്നപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ് വന്നത്. അപ്പോൾ ഇവിടെ M സ്ലാക്ക് വേരിയബിൾസ് വരുമ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ M ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ XB ആണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ XB നമ്മൾ നേരത്തെ സിംപ്ലക്സ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു നൊട്ടേഷൻ കൊടുത്തിട്ടുള്ളതാണ്. XB എന്ന് പറയുന്നത് നമ്മൾ B ഇൻവേഴ്സ്, നിങ്ങൾ ഈ B ഇൻവേഴ്സ് ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിംപ്ലക്സിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിൻ്റെ നോട്ടൊന്ന് വായിച്ച് നോക്കി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ XB = B ഇൻവേഴ്സ് B എന്നാണ് പറയുന്നത്. B എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ്, അതായത് നമ്മൾ ഇവിടെ കോളം എഴുതുമല്ലോ, നമ്മൾ സിംപ്ലക്സ് ടേബിളിൻ്റെ ഇത് വരയ്ക്കുമ്പം നമ്മൾ ഇത് x1ൻ്റെ കോളം, ഇത് x2ൻ്റെ കോളം, ഇത് s1ൻ്റെ കോളം, ഇത് s2ൻ്റെ കോളം, ഇത് s3യുടെ കോളം. അപ്പോൾ നമുക്ക് ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് വരുന്ന ആ കോളത്തിന് കറസ്പോണ്ടിങ് വേരിയബിൾ അല്ലേ നമ്മുടെ ബേസിക് വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ മെട്രിക്സിനെയാണ് നമ്മൾ B എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ആ ബേസിക് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ മെട്രിക്സ്, ബേസിക് വേരിയബിളിൻ്റെ കോളത്തിൽ വരുന്നതിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മുടെ മെട്രിക്സ് B എന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി എന്താ? അതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയാണ് വരുന്നത്. അത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. ഈ XB = B ഇൻവേഴ്സ് B എന്നുള്ള നൊട്ടേഷൻ നമ്മൾ സിംപ്ലക്സിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ XB ആണ് അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യുക. ഈസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ അസ്യൂം ബേസിക് ഇത് നമ്മുടെ ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ XB ആണ് നമ്മൾ എടുക്കുവാണ്.
അപ്പം ഇത് ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആ CJ മൈനസ് ZJ നമ്മുടെ മാക്സിമൈസേഷൻ പ്രോബ്ലം ആകുമ്പോൾ CJ മൈനസ് ZJ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണമല്ലോ. സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണെങ്കിൽ അത് നമ്മൾ സിംപ്ലക്സിലെ നിങ്ങൾ ആ ടേബിൾ ആ നോട്ടൊന്ന് തിരിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. സിംപ്ലക്സിൻ്റെ കേസിൽ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആവുന്ന എപ്പോഴാണ് CJ മൈനസ് ZJ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ അല്ലേ. എല്ലാ ജെയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും CJ മൈനസ് ZJ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് നമ്മുടെ ബേസിക്കിലില്ലാത്തതിന്, ബേസിക്കിലേ ഉള്ളത് എന്തായാലും അതങ്ങനെ വരുള്ളൂ, ബേസിക്കിലുള്ളതെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ബേസിക്കിലില്ലാത്ത എല്ലാ വേരിയബിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് നോൺ ബേസിക് വേരിയബിളിൻ്റെ എല്ലാം CJ മൈനസ് ZJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വന്നാലേ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് CJ മൈനസ് ZJ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഇതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്, ഇതിനൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് ആ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ XB എന്ന് വിളിക്കുവാണെങ്കിൽ ആ XB ഒപ്റ്റിമൽ സൊല്യൂഷനെ കറസ്പോണ്ടിങ് ആയിട്ട് നോൺ ബേസിക് വേരിയബിൾ എല്ലാം CJ മൈനസ് ZJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി CJ മൈനസ് ZJ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, നമുക്കറിയാം. നമ്മൾ ഇതാണ് നമ്മുടെ ടേബിളെങ്കിൽ ഈ ടേബിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ കോസ്റ്റ് കോളമുണ്ട്. ഈ കോസ്റ്റ് കോളത്തിൻ്റെ വാല്യൂസ് ഇപ്പോൾ ഇത് നമ്മൾ x1 ആണെങ്കിൽ, x1 ഒരു നോൺ ബേസിക് വേരിയബിൾ ആണെങ്കിൽ ഇവിടുത്തെ കോസ്റ്റ് ഇത് ഇൻറ്റു പ്ലസ് ഇവിടുത്തെ കോസ്റ്റ് ഇൻറ്റു ഇവിടുത്തെ കോസ്റ്റ് ഇൻറ്റു ഇതല്ലേ ഇവിടെ. ഇപ്പോൾ നമുക്ക് ഈ കോസ്റ്റുകൾ 3, 5, 6 ആയിരുന്നുവെങ്കിൽ ഇവിടുത്തെ ZJ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, 3 × 1 + 5 × 3 + 6 × 2. അതായത് ഈ കോളത്തിനെ, കോസ്റ്റ് കോളത്തിനെ ഇവിടുത്തെ ഇതിനെ നമ്മൾ പല നൊട്ടേഷൻസ് പലയിടത്ത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിനെ XJ എന്ന് തന്നെ വിളിക്കും, ചിലപ്പോൾ അത് നമ്മുടെ മെട്രിക്സ് എയുടെ കോളം വെക്ടർ ആയതുകൊണ്ട് നമ്മൾ അതിന് AJ, സ്മോൾ AJ എന്നുള്ള നൊട്ടേഷനും കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അതിന് YJ എന്നുള്ള നൊട്ടേഷനും കൊടുക്കാറുണ്ട്. പല നൊട്ടേഷൻസ് നമ്മൾ മാറി മാറി യൂസ് ചെയ്യണം. അപ്പോൾ ആക്ച്വലി ഈ ZJ എന്ന് പറയുന്നത് എന്താണ്, ഈ കോളം വെക്റ്റർ CB എന്നുള്ള കോളം വെക്റ്റർ ഇൻറ്റു ഇതിൻ്റെ x1, ഇപ്പോൾ ആദ്യത്തേതിന് XJ ആണെങ്കിൽ ഇത് x1 ആണെങ്കിൽ ആദ്യത്തെ Z1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് CB × x1, അടുത്തത് Z2 കിട്ടുന്നത് CB × x2 ചെയ്യുന്ന. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ AJ എന്നുള്ള നൊട്ടേഷനും കൊടുക്കാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ഇതെന്താ നമ്മൾ ചെയ്യുന്നത്, CJ മൈനസ് ZJ എന്ന് പറയുന്നത് CB × XJ എന്ന് നൊട്ടേഷൻ കൊടുത്താലും YJ എന്ന് നൊട്ടേഷൻ കൊടുത്താലും സെയിം ആണ്. അപ്പം സാധാരണ നമ്മൾ YJ കൊടുക്കുന്നത് കൊണ്ട് അവിടെ YJ നിട്ടെന്നുള്ളതേ ഉള്ളൂ. ഇനി ഇവിടെ ഡ്യുവൽ ഉള്ളത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ നിങ്ങൾ XJ ഇട്ടാലും മതി. XJ ഇട്ടാലും YJ ഇട്ടാലും സെയിം ആണ്. കാരണം നമ്മൾ നേരത്തെ നോട്ടിലൊക്കെ സിംപ്ലക്സിൻ്റെ കേസിൽ നമ്മൾ അവിടെ YJ എന്നുള്ള നൊട്ടേഷനാണ് കൊടുത്തേക്കുന്നത്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ കോളവും ഈ കോളം കൂടിയല്ലേ നമ്മൾ ആദ്യത്തെ കേസ്. ഇപ്പം 1ന് കറസ്പോണ്ടിങ് ആണെങ്കിൽ Z1 ഇവിടുത്തെ Z1 കാണുന്നത് നമ്മൾ എങ്ങനെയായിരുന്നു, 3 × 1 + 5 × 3 + 6 × 2 ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെന്താ അതിനെ ഈ CB കോളം, അപ്പോൾ CB × AJ എന്ന് പറയാം, അല്ലെങ്കിൽ CB × XJ എന്ന് പറയാം, x1 എന്ന് പറയാം, അല്ലെങ്കിൽ y1. ഈ കോളത്തിന് കാരണം എല്ലാം ഒന്നും എക്സുകളല്ല, കുറേയൊക്കെ S1 S2കൾ വരുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ y1 y2 ഈ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് y1 y2 y3 y4 y5 എന്നുള്ള നൊട്ടേഷൻ കൊടുക്കാറുണ്ട്. കാരണം ഇത് ചിലത് എസ്സുകളും ചിലത് എക്സുകളും ആയതുകൊണ്ട് അങ്ങനെ, അതുകൊണ്ടാണ് ആ നോട്ടിൽ CB YJ എന്നിട്ടേക്കുന്നത്. YJ എന്നിട്ടാലും XJ എന്നിട്ടാലും ഇവിടെ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ CJ മൈനസ് ZJ എന്ന് പറയുന്നത് CJ മൈനസ് CB YJ എന്ന് പറയാം. ഇനി ഈ XJക്ക് പകരം നമുക്ക് ഇതെന്ന് പറയുന്നത് ആക്ച്വലി എന്താ, നമ്മുടെ ഈ XJക്ക് പകരം ഇതിന് പകരം CJ മൈനസ് CB × ഈ XJ എന്നുള്ളതിന് പകരം നമുക്ക് B ഇൻവേഴ്സ് AJ എന്നുള്ള നൊട്ടേഷൻ, അത് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അത് നമ്മൾ സിംപ്ലക്സിൻ്റെ സ്റ്റെപ്പ്. അപ്പം B ഇൻവേഴ്സ് AJ എന്നുള്ളത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണെന്നുള്ളത് ഓർത്തോണം. നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സിംപ്ലക്സിൻ്റെ മാക്സിമൈസേഷൻ കേസിൻ്റെ തിയറി പറഞ്ഞപ്പം അതിൻ്റെ ആ നോട്ടിൻ്റെ അകത്ത്, ക്ലാസ് റൂമിൽ ഇട്ടേക്കുന്ന ആ നോട്ടിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നു ബി എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള റിസൾട്ടാണ് XJക്ക് പകരം നമുക്ക് B ഇൻവേഴ്സ് AJ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് CJ മൈനസ് ZJ എന്ന് പറയുന്നത് CJ മൈനസ് ZJ എന്ന് പറയുന്നത് CJ മൈനസ് CB × XJ, ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്.
അപ്പോൾ ആ എക്സ് ജെക്ക് പകരം നമുക്ക് ബി ഇൻവേഴ്സ് എ ജെ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ സി ജെ മൈനസ് ഇസഡ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിൽ നിന്ന് നമുക്ക് സി ജെ മൈനസ് സി ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ ഈ സി ജെ മൈനസ് ഇസഡ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താ? സി ജെ മൈനസ് സി ബി ബി ഇൻവേഴ്സ് എ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ ജെ. എല്ലാ വേരിയബിളിനും എല്ലാ കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ സി ജെ മൈനസ് ഇസഡ് ജെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരൊറ്റ കോളത്തിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ നമ്മളതിനെ മൊത്തത്തിൽ പറയുവാകുമ്പം ഈ സി ജെ എന്നുള്ളത് നമ്മുടെ കോളം വെക്ടർ സി ആയിട്ട് മാറി. മൈനസ് സി ബി ബി ഇൻവേഴ്സ് എ എന്ന് വരുമല്ലോ. നമ്മുടെ സി ജെ മൈനസ് സി ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ജെ എന്നുള്ളത് ബി ഇൻവേഴ്സ് എ എന്നാകും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് അതിനെ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബി ബി ഇൻവേഴ്സ് എ എന്ന് പറയാമല്ലോ. അപ്പോൾ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബി ബി ഇൻവേഴ്സ് എ. ഇതിനെ ഇക്വേഷൻ 1 എടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിന് ഒരു ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെന്നെടുത്തു. നമ്മുടെ പ്രൈമൽ പ്രോബ്ലം മാക്സിമൈസേഷൻ ഒരു ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്. അതിന് നമ്മൾ ബി ഇൻവേഴ്സ് ബി എന്ന് എക്സ് ബി ഈക്വൽ ടു ബി ഇൻവേഴ്സ് ബി എടുത്താൽ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആകുമ്പോൾ സി ജെ മൈനസ് ഇസഡ് ജെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ ജെ ആയിരിക്കണം. അപ്പോൾ അത് നമ്മളൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടി. അപ്പോൾ നമ്മൾ അതിനെ മെട്രിക്സ് ഫോമിലോട്ട് മാറ്റുമ്പോൾ, ഇത് നമ്മളൊരു കോളത്തിൻ്റെ കേസായിരുന്നു, അതിന് നമ്മൾ ഫുൾ എല്ലാത്തിൻ്റെയും കേസിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബി ബി ഇൻവേഴ്സ് എ എന്ന് എടുത്തു. ഇനി നമ്മൾ ഈ സി ബി ബി ഇൻവേഴ്സ് എന്നുള്ള ടേമിന് പകരം നമ്മൾ വൈ സ്റ്റാർ എന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇത് നമ്മൾ ലെറ്റ് വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു സി ബി ബി ഇൻവേഴ്സ് നമ്മളങ്ങ് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഈക്വേഷൻ 1 എന്തായിട്ട് മാറും? സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ സ്റ്റാർ എ എന്ന് വരുമല്ലോ. സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ സ്റ്റാർ എ. അതായത് സി ബി ബി ഇൻവേഴ്സിന് പകരം നമ്മൾ വൈ സ്റ്റാർ എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങ് എടുക്കുക. ലെറ്റ് വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു സി ബി ബി ഇൻവേഴ്സ് എടുത്താൽ ഇതെന്തായിട്ട് മാറി? ഈക്വേഷൻ 1 എന്ന് പറയുന്നത് നമുക്ക് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ സ്റ്റാർ എ എന്നായി. അതിനെ നമുക്ക് ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ, ട്രാൻസ്പോസ് എടുത്താലും സി ട്രാൻസ്പോസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിന് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? വൈ സ്റ്റാർ എ ട്രാൻസ്പോസ് എന്ന് വരുമല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ചെഴുതുവാണെങ്കിൽ എ ട്രാൻസ്പോസ് വൈ സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ട്രാൻസ്പോസ് ഫോമിലല്ലേ വരുന്നത്. സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ സ്റ്റാർ എ ആണ്. അപ്പോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് തിരിച്ചെഴുതുവാണെങ്കിൽ അത് എ ട്രാൻസ്പോസ് വൈ സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ട്രാൻസ്പോസ് എന്ന് വരും. അപ്പം നമുക്ക് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബി ബി ഇൻവേഴ്സ് എന്നുള്ള ഇക്വേഷനകത്ത് ഇതിന് നമ്മൾ വൈ സ്റ്റാർ എന്നൊരു നൊട്ടേഷൻ കൊടുത്തപ്പം അതെന്തായിട്ട് മാറി? സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ സ്റ്റാർ എ എന്നുള്ളത് കിട്ടി. അതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സി ട്രാൻസ്പോസ് ലെസ് ദാൻ ഓർ, രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുത്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസ് വൈ സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ട്രാൻസ്പോസ് എന്നുള്ള ഇക്വേഷൻ കിട്ടി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇത് നമ്മുടെ വൈ സ്റ്റാർ എന്ന് പറയുന്നത് എന്ത് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? നമ്മുടെ ഡ്യൂവലിൻ്റെ കണ്ടീഷൻസ് അല്ലേ, ആ ഡ്യുവൽ കൺസ്ട്രെയിൻസ് എല്ലാം വൈ സ്റ്റാർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ വൈ സ്റ്റാർ എന്ന് പറയുന്നത് ഇംപ്ലൈസ് വൈ സ്റ്റാർ ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ഡ്യുവൽ എന്ന് പറയാനുള്ള കാരണം നമ്മൾ വൈ സ്റ്റാർ ഈക്വൽ ടു സി ബി ബി ഇൻവേഴ്സ് എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പം ആ വൈ സ്റ്റാർ ഡ്യുവൽ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഡ്യുവൽ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് അത് ഡ്യുവലിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സ് ബി ഈക്വൽ ടു ബി ഇൻവേഴ്സ് ബി പ്രൈമലിൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനായിട്ട് എടുത്തപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈ സ്റ്റാർ എന്ന് പറയുന്ന സി ബി ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡ്യുവലിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണെന്ന് കിട്ടി. അപ്പം നമുക്ക് വൈ സ്റ്റാർ ഒരു ഫീസിബിൾ, ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് വൈ സ്റ്റാർ ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദ ഡ്യുവൽ എന്ന് കിട്ടി. ഇനി ഫീസിബിൾ സൊല്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ, അപ്പം നമ്മുടെ മിനിമം ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ ഇസഡ് വൈ എന്ന് പറയുന്നത് എന്താണ്? ബി വൈ സ്റ്റാർ ബി ട്രാൻസ്പോസാണ്. വൈ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ സി ബി ബി ഇൻവേഴ്സ്. അപ്പോൾ സി ബി ബി ഇൻവേഴ്സ്
ബി ട്രാൻസ്പോസ് എന്ന് വരും. ഇനി ബി ഇൻവേഴ്സ് ബി എ നമുക്ക് ബി ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി എന്താ എക്സ് ബി അല്ല, നമ്മളതിനെ എക്സ് ബി വെച്ചാൽ എക്സ് ബി ഈക്വൽ ടു ബി ഇൻവേഴ്സ് ബി എന്ന് നമ്മൾ കൊടുത്തു. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സി ബി ഇൻറ്റു എക്സ് ബി എന്ന് കിട്ടി. ഇനി സി ബി ഇൻറ്റു എക്സ് ബി എന്ന് പറയുമ്പം അത് ഇസഡ് എക്സ് അല്ലേ, കാരണം ഇസഡ് എക്സ് എന്ന് പറയുന്നത് സി എക്സാണ്. ഇസഡ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സി എക്സിൻ്റെ വാല്യൂ ആണ്. ഇവിടെ നമ്മുടെ സി ബി എന്ന് പറയുന്നത് നമ്മുടെ സി തന്നെയാണ്. അപ്പോൾ എക്സ് ബി എന്ന് പറയുന്നത് നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷനായിട്ട് നമ്മൾ എടുത്തേക്കോ. എക്സ് ബി എന്ന് പറയുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ എടുത്തപ്പം നമുക്ക് ഇസഡ് വൈയുടെ വാല്യൂയും ഇസഡ് എക്സിൻ്റെ വാല്യൂയും സെയിം ആയിട്ട് കിട്ടി. അപ്പം നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. നമ്മൾ പ്രൈമലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്, ഡ്യുവലിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ എക്സ് ബി ഉണ്ടെന്ന് നമ്മൾ എടുത്തു. അപ്പോൾ എക്സ് ബി ആണ് ഡ്യുവലിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ എങ്കിൽ നമുക്ക് ചെയ്തു വന്നപ്പം വൈ സ്റ്റാർ എന്ന് പറയുന്ന സി ബി ബി ഇൻവേഴ്സ് ഈ ഡ്യുവലിൻ്റെ ഒരു സൊല്യൂഷനാണെന്ന് കിട്ടി. ഡ്യുവലിൻ്റെ സൊല്യൂഷൻ വൈ സ്റ്റാർ എന്ന് പറയുന്നത് സി ബി ബി ഇൻവേഴ്സ് ആണ്. വൈ സ്റ്റാർ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് വൈ സ്റ്റാർ ബി ട്രാൻസ്പോസ് ആണ്. അപ്പോൾ അത് സി ബി ബി ഇൻവേഴ്സ് ബി വരും. ഇനി ബി ഇൻവേഴ്സ് ബി നമ്മൾ എക്സ് ബി ഈക്വൽ ടു ബി ഇൻവേഴ്സ് ബി എന്ന് ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്, ബി ഇൻവേഴ്സ് ബി എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നമുക്ക് എക്സ് ബി എന്ന് കൊടുക്കാം. ഇനി അത് സി ഇൻറ്റു എക്സ് ഫോം എന്ന് പറയുമ്പോൾ അതെന്താ എക്സ് എന്ന് പറയുന്നത് ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദ പ്രൈമലായിരുന്നു. അപ്പോൾ അത് എന്താ ഇസഡ് എക്സിൻ്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇസഡ് വൈയുടെ വാല്യൂ ഇസഡ് എക്സിൻ്റെ വാല്യൂ ഈക്വലാണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എക്സ് ബി ഈക്വൽ ടു ബി ഇൻവേഴ്സ് ബി ഈസ് എ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് പ്രൈമൽ ആണെങ്കിൽ നമുക്ക് സി ബി ബി ഇൻവേഴ്സ് ഈസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ഡ്യുവൽ എന്ന് കിട്ടി. അപ്പം പ്രൈമലിന് ഒരു ഫൈനൈറ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടെന്ന് എടുത്തപ്പം ഡ്യുവലിനും ഒരു ഫൈനൈറ്റ് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് കിട്ടി. എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതായത് നമുക്ക് പ്രൈമലിന് ഒരു ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്, അപ്പം ഡ്യുവലിന് ഒരു ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെന്ന് കാണിക്കണമായിരുന്നു. അത് നമുക്കിവിടെ കിട്ടി.